പ്രിയമുള്ളവരെ, യൗസേപ്പ് പിതാവിനെ നാമൊക്കെ വിളിക്കുന്ന ഒരു പേരുണ്ട്, സ്വപ്നക്കാരൻ. പ്രിയമുള്ളവരെ, മനുഷ്യരായാൽ സ്വപ്നം കാണും. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് യൗസേപ്പ് പിതാവിനെ മാത്രം സ്വപ്നക്കാരൻ എന്ന നല്ലൊരു വിശേഷണം നാം കൊടുത്തിട്ടുള്ളത്? എന്നിട്ട് പഴയ നിയമത്തിലെ യൗസേപ്പിനോടൊക്കെ താരതമ്യം ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിലെ യൗസേപ്പും ഒരു സ്വപ്നക്കാരനായിരുന്നല്ലോ. പുതിയ നിയമത്തിലെ യൗസേപ്പ് പിതാവിനെ സ്വപ്നക്കാരൻ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം അവൻ സ്വപ്നം കണ്ടതുകൊണ്ടല്ല. സ്വപ്നങ്ങൾ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ അവൻ കണ്ട സ്വപ്നത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ദൈവമായിരുന്നു, ദൈവത്തിൻ്റെ മാലാഖയായിരുന്നു, ദൈവീക കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവനെ സ്വപ്നക്കാരൻ എന്ന് വിളിച്ചത്. അതെ, സ്വപ്നങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങൾ ദൈവവും ദൈവത്തിൻ്റെ മാലാഖയും ദൈവത്തിൻ്റെ വാർത്തയുമൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാവുന്നൊരു പേരാണ് സ്വപ്നക്കാരൻ. പ്രിയമുള്ളവരെ, ആ പേരിന് അർഹയാണോ ഞാൻ എന്ന് പരിശോധിക്കാം. എൻ്റെ സ്വപ്നങ്ങളിൽ ദൈവം പ്രധാന കഥാപാത്രമായി കടന്നു വരുന്നുണ്ട്. എന്തിന് പ്രധാന കഥാപാത്രം പോട്ടെ, ഒരു വില്ലനായെങ്കിലും കടന്നു വരുന്നുണ്ട്. പലപ്പോഴും അത് സംഭവിക്കാറില്ല എന്നതാണ് വസ്തുത. നമ്മളൊക്കെ ജീവിതത്തിൽ പല സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ചിലതൊക്കെ മറ്റുള്ളവരോട് പറയാൻ ലജ്ജ തോന്നിക്കുന്ന സ്വപ്നങ്ങൾ, ചിലതാകട്ടെ ഭയപ്പെടുത്തുന്ന ഭയാനകമായ സ്വപ്നങ്ങൾ. പലപ്പോഴും നമ്മളൊക്കെ കാണാറുള്ള സ്വപ്നങ്ങളിൽ ചില പേടിപ്പെടുത്തുന്ന ജീവികളൊക്കെ നമ്മളെ ഇങ്ങനെ ഓടിച്ചിടും. ആ സമയത്താണെങ്കിൽ നമുക്ക് ഓടാനും പറ്റത്തില്ല, ഓടിയാലോട്ട് മുന്നോട്ട് പോകത്തുമില്ല. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്ന പല നിമിഷങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? പ്രിയമുള്ളവരെ, സ്വപ്നത്തിൽ ദൈവത്തെ ദർശിക്കണമെങ്കിൽ നാം ദൈവത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. എന്താണോ നമ്മളിങ്ങനെ കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തിനെ പറ്റിയാണോ നാം കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അവയാണല്ലോ അബോധ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ചിലപ്പോഴൊക്കെ ഗാഠനിദ്രയിലൂടെ കടന്നു പോകുമ്പോൾ സ്വപ്നമായി നമ്മിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് ദൈവവും ദൈവീക കാര്യങ്ങളും അത് ഒരു സംസാര വിഷയമാകുന്നുണ്ട്. അത് എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ മാറാത്തത് കൊണ്ട് സ്വപ്നങ്ങളിൽ ദൈവീക ഇടപെടലുകൾ നമുക്ക് ദർശിക്കാൻ പറ്റാതെ പോകും. സ്വപ്നക്കാരൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി യേശുവേ, ഞങ്ങളെ തന്നെ ഒരുക്കുമ്പോൾ നിന്നെ വല്ലപ്പോഴുമൊക്കെ, അതുമല്ല എങ്കിൽ ഒരിക്കലെങ്കിലും സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിൽ നിന്നോട് ആഴമായി ചേർന്ന് നിന്ന് ജീവിതം ആസ്വദിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതെ, ദൈവത്തെ നമ്മുടെ സംസാരങ്ങളിൽ ഒരു കേന്ദ്ര കഥാപാത്രമാക്കാം. ദൈവത്തെ എൻ്റെ ചിന്തകളിലെ ഒരു പ്രധാന ഭാഗമാക്കി മാറ്റാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം ഇങ്ങനെ കടന്നു വരുന്നത് നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. അതേ പ്രിയമുള്ളവരെ, അതിനുള്ളൊരു കൃപ യൗസേപ്പ് പിതാവിലൂടെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.